ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാപ്സിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കാസ്റ്റിംഗ് വീഡിയോ ആണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാവില്ല, കുറേ പേർക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് സംശയം ഉണ്ടായി, എന്താ ഈ കാസ്റ്റിംഗ് എന്ന്. നിങ്ങൾ ടിക്ടോക്കിലേക്ക് കണ്ടിട്ടുണ്ടാകും, ഒരു വെസലെടുത്ത് അതിലേക്ക് എന്തോ സൊല്യൂഷനൊക്കെ മിക്സ് ചെയ്ത് ഹാൻഡ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അതിലേക്ക് എന്തോ മിക്സർ ആഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇങ്ങനെ രൂപം വരുന്നൊക്കെ. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മോൾഡിംഗ് പൗഡറാണ്. മോൾഡിംഗ് പൗഡർ നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടില്ല, അതുകൊണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 450 ഗ്രാംസിൻ്റെ ഒരു പാക്കാണ്. പിന്നെ ഇതിൽ തന്നെ ഒരു ഗൈഡ്, ഇത് എങ്ങനെ ചെയ്യണം ഒരു പേപ്പറിൽ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് മോൾഡിംഗ് പൗഡർ. കപ്പിൾസിന് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ എടുത്തിട്ടുള്ളത് POP ആണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് പിന്നെ നിങ്ങൾക്ക് പെയിൻറ്റ് കടകളിൽ നിന്നും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. മോൾഡിംഗ് പൗഡർ വാങ്ങിയ സമയത്ത് അവർ പറഞ്ഞത് കാസ്റ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യണമെന്നാണ്. പക്ഷേ കാസ്റ്റിംഗ് പൗഡർ കോസ്റ്റ്ലി ആയതുകൊണ്ട് POP ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്, ഏത് ഓയിലായാലും മതി. ഞാനിവിടെ എടുത്തുള്ളത് പാരഷൂട്ട് ഓയിലാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഇതിൻ്റെ അകത്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ വർക്ക് തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം. ഈ ഒരു മോൾഡിംഗ് പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റാകും. ഏകദേശം 3 മിനിറ്റ് കൊണ്ട് ഫുൾ സെറ്റാകും. അതുകൊണ്ട് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫുൾ സെറ്റായതിന് ശേഷമേ മോൾഡിംഗ് പൗഡർ മിക്സ് ചെയ്യാവൂ. ആദ്യം ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതിന് ശേഷം മാത്രമേ മോൾഡിംഗ് പൗഡർ മിക്സ് ചെയ്യാവൂ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മോൾഡിംഗ് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കമ്പി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഗ്രേവി ടൈപ്പ് ആവുന്നത് വരെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മോൾഡിംഗ് പൗഡറിൻ്റെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്, നല്ല ഒരു ഗ്രേവി ടൈപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് ഹാൻഡ് ഡിപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വെച്ച് ഡിപ്പ് ചെയ്യുന്നത്. പക്ഷേ ആ 2 കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ തന്നെ 2 കൈ വെച്ചാണ് ഞാൻ ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് ഓയിലാക്കിയതിന് ശേഷം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ ഇതേ പൊസിഷനിൽ ഒരനക്കം പോലും സംഭവിക്കാതെ ഇതേപോലെ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റാവാൻ വേണ്ടി 4 മിനിറ്റ് തന്നെ നിന്നു. ഇപ്പോൾ കറക്റ്റായി സെറ്റായിട്ടുണ്ട്. ഇത് പൊട്ടിക്കാതെ മെല്ലെ കൈയെടുക്കണം. ഓയിൽ തേച്ചത് കൊണ്ട് തന്നെ നമുക്ക് മെല്ലെ എടുക്കാൻ കഴിയും. സെൻട്രലായിട്ട് ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്, അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൈയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് POP, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 kg പാക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളം ആഡ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മോൾഡിംഗ് പൗഡറിൽ ഉണ്ടാക്കിയ അച്ചിയിലേക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കറക്റ്റായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊട്ടിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്, ഏകദേശം ഒരു ഹലുവയ്ക്ക് പോലെയാണ്. ഈ കാണുന്ന വിഷ്വൽസ് ഒരു നൈറ്റിന് ആ ടൈമിലാണ് എടുത്തത് കൊണ്ട് ഡാർക്കായിട്ടാണ് നമുക്ക് വിഷ്വൽസ് കിട്ടിയത്. ഇത് കുറച്ച് റഫായിട്ടാണ് ഇരുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കും. ഇന്നലെ രാത്രി ഫുൾ വെറ്റായിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കും പെർഫെക്ഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല പെർഫെക്ഷനോട് കൂടിയാണ് നമുക്കിത് ലഭിച്ചത്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആയി ലഭിക്കത്തുള്ളൂ. എന്തായാലും ഇതിൽ നല്ല വീഡിയോസ് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഓൺ ഷാപ്സെക്കി സൈനിങ് ഔട്ട്.